ഈ 10 മക്കളുമായി ഞങ്ങൾ ഇത്രയും അനുഗ്രഹിക്കപ്പെടാനുള്ളൊരു കാരണമുണ്ട്. അതൊരു സീക്രട്ടാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി ടൈം മുതൽ ലാസ്റ്റ് കുഞ്ഞിൻ്റെ പ്രഗ്നൻസി ടൈം വരെ എനിക്ക് ഇത് ആദ്യത്തെയാണ് അല്ലെങ്കിൽ ഇത് ലാസ്റ്റത്തെയാണ് അങ്ങനെ ഒരു വേർതിരിവില്ലാതെ ഫസ്റ്റ് ക്യാരിങ്ങിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു 9ാമത്തെ ക്യാരിങ്ങിലും എനിക്ക് ഇവിടെ നിന്നുള്ള സപ്പോർട്ട്. അതായത് ചേട്ടായിൽ നിന്നാണെങ്കിലും മമ്മിയിൽ നിന്നാണെങ്കിലും ഇതൊരു പുതുമയാണ്. ആ സമയത്ത് ഞാൻ അനുഭവിച്ച സന്തോഷവും സമാധാനവും ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു ആ സമയത്ത്. എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രമാത്രം ഞാൻ സന്തോഷവതിയായിരുന്നു. ആഗ്രഹിക്കുന്നതിലും അപ്പുറമാണ് എനിക്ക് ആ സമയത്ത് കിട്ടിയ സന്തോഷവും സംതൃപ്തിയും. പിന്നെ പ്രാർത്ഥന ലൈഫ് ഉണ്ടായിരുന്നു. ചേട്ടായി എന്താ പറയുക, രാത്രി കിടക്കുന്നതിന് മുൻപ് എങ്ങനെയാണെങ്കിലും ഞാനിനി അഥവാ ഉറങ്ങിപ്പോയാൽ തന്നെ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ തന്നെയാണ് 10 മക്കൾക്കും ജന്മം നൽകിയത്. പിന്നെ മമ്മി കുരിശുവരയുടെ സമയത്താണെങ്കിലും കുരിശുവര കഴിഞ്ഞ് സ്തുതി കൊടുക്കുന്ന സമയത്ത് മമ്മി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പരസ്പരം ഉമ്മ കൊടുത്തിട്ടാണ് ഞങ്ങൾ കുരിശുവരയുടെ സമയത്ത് പിരിയാറുള്ളത്. അന്ന് ഞാൻ അനുഭവിച്ച ആ സന്തോഷവും സമാധാനവും ഒക്കെ ആയിരിക്കണം എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മക്കൾ ഇത്രയും അനുഗ്രഹിച്ച് അവരും നല്ല ദൈവഭയമുള്ള ദൈവവിശ്വാസമുള്ള കുഞ്ഞുങ്ങളായി വളരാനുള്ള കാരണവും അതുതന്നെയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു രാജ്ഞിയെ പോലെയാണ് രമ്യ ഇവിടെ ജീവിച്ചതെന്നാണ് രമ്യ പറയുന്നത്. അത് എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പല എൻ്റെ സുഹൃത്തുക്കളുടെ സഹോദരിമാരാണെങ്കിലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ ഭയങ്കരമായിട്ട് വണ്ടറടിച്ചിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ അന്ന് കരുതിയതും ഇപ്പോൾ ഈ മക്കളെ കാണുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സ്നേഹമോ ഒന്നുമല്ല, അത് ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുമില്ല. അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞങ്ങള് ഓരോ മക്കളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങൾ ധ്യാനത്തിനായിട്ട് പോകും. അത് എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് എൻ്റെ ഒരു തുടക്കം മുതൽ ഞാൻ ജിസിസത്തിലൂടെ വന്നതിന്റെ പേരിലും 99 മുതൽ ധ്യാനത്തിൽ പങ്കെടുത്ത് ഒരു മാറ്റത്തിലേക്ക് വന്നതിന്റെ പേരിലൊക്കെ എന്തൊരു കാര്യവും ഒന്ന് പ്രത്യേകിച്ച് മക്കള് ക്യാരിങ് ആയിരിക്കുന്ന സമയത്ത് ഓരോ ധ്യാന കേന്ദ്രത്തിൽ പോയി ഞങ്ങൾ ധ്യാനം കൂടും. അതിൽ കൂടി ഞങ്ങളൊരു കർത്താവിനൊരു വില കൊടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ വചനം കേട്ട് കഴിഞ്ഞാൽ മാത്രമേ വലിയൊരു മാറ്റത്തിലേക്ക് മക്കളും വിശുദ്ധീകരണത്തിലേക്കൊക്കെ വരുന്നുള്ളൂ. ആ ഒരു കൃപ നമുക്ക് എപ്പോഴും കുടുംബത്തിലായാലും സന്ധ്യപ്രാർത്ഥനയിലും എല്ലാം ഞങ്ങൾ കാണാറുണ്ട്. സങ്കീർത്തനം 133:1 പറയുന്നത് പോലെ സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് എന്ന തിരുവചനം ഓരോ ദിവസവും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നുണ്ട്. ഞങ്ങളെ എല്ലാരെയും ഒരു സംസാരിക്കാനായ ഒരു പ്രായം മുതൽ അറിവ് വെക്കുന്ന കാലം മുതൽ പപ്പയമ്മയും വചനങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഓരോ ദിവസവും ഞങ്ങൾ ഓരോ വചനം പഠിച്ചാണ് മറ്റൊരു ദിവസത്തിലേക്ക് കടക്കാറുള്ളത്. ഇപ്പം അറിവുള്ളവര് മുതല് അച്ചൂട്ടി മുതല് എല്ലാവർക്കും വചനം അറിയാവുന്നവരാണ്. അച്ചു ഒരു വചനം പറഞ്ഞേ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്ക 1:37. നല്ലായിരുന്നുണ്ട് അച്ചുട്ടി. ഞാനും ഒരു വചനം പറയാം. പറ. ഈ ചെറിയവനിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്രവസ്നായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. വിശുദ്ധ മത്തായി 18:14. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രിയത്തിൽ വളർന്നു വന്നു. ലൂക്ക 2:52. പപ്പയും മമ്മിയാണ് ഞങ്ങളുടെ ബെസ്റ്റ് റോൾ മോഡൽ ആയിട്ട് ഞങ്ങൾ കാണാറുള്ളത്. പപ്പയും മമ്മി നൽകുന്ന ഓരോ ജീവിത മാതൃകകളിലൂടെയാണ് ഞങ്ങൾ ഓരോ ദിവസവും ജീവിക്കാറുള്ളത്. പിന്നെ സ്കൂളിലൊക്കെ എല്ലാവരും കൂട്ടുകാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് അവരുടെയൊക്കെ വീട്ടിൽ 1-2 ആൾക്കാരൊക്കെ ഉണ്ടായിട്ടും അവർ ഭയങ്കര അടിയും വഴക്കൊക്കെയാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും കൂടാറില്ലേ? നിങ്ങൾ തമ്മിൽ എപ്പോഴും എങ്ങനെ ഒരുമിച്ച് പോകുന്നേ? പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? 10 മക്കളുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ വഴക്കൊക്കെ ആണെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഉള്ളു. ഞങ്ങള് എപ്പോഴും വഴക്ക് കൂടില്ല. അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഇന്നുവരെ ഫീൽ ചെയ്തിട്ടില്ല. വഴക്ക് കൂടുമെങ്കിലും ഞങ്ങൾ ആ ഒരു ദിവസം സന്ധ്യ ആകുമ്പോഴത്തേക്കും ഞങ്ങളത് സോൾവ് ചെയ്താണ് പിന്നെ ഉള്ള ഒരു ദിവസത്തിലേക്ക് കടക്കാറുള്ളത്. പരീക്ഷകളിലൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൈ കിട്ടുമ്പോൾ ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പരീക്ഷയ്ക്കും എനിക്ക് പറയാൻ പറ്റും പരിശുദ്ധാത്മാവ് ദൈവവും ഈശോ എല്ലാം എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പരീക്ഷയ്ക്കും നല്ല മാർക്കോടെ എനിക്ക് പാസ്സാവാനൊക്കെ പറ്റുന്നുണ്ട്.